രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ആ സ്നേഹം ശക്തമാക്കണം. ആ സ്നേഹം ശക്തമാകുന്നത് നബി അടുത്തറിയുമ്പോഴാണ്. അതിനാണ് ഈ സ്നേഹലോകം, അതിനാണ് ഈ പഠന സെഷനുകൾ. ആ നബിയെ അടുത്തറിയുമ്പോഴാണ് നമുക്ക് ആ നബിയോടുള്ള സ്നേഹം ശക്തമാക്കാൻ. അറിയുമ്പോൾ സ്നേഹത്തിന്റെ തീവ്രത വർദ്ധിക്കും. പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക, നമ്മൾ പ്രതിജ്ഞ എടുക്കണം. എല്ലാ റബീഉൽ അവ്വലിലും ഞാൻ ഒരു പുസ്തകമെങ്കിലും മുത്തുനബി തങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കും. മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ രാജ്യത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മുത്തുനബി തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ബിസിനസ് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരുടെ മണ്ണിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ വെറുപ്പിന്റെ കാലത്തും നമുക്ക് ചോർത്തു പിടിച്ചു പറയാൻ കഴിയണം, ഞാൻ എന്റെ മുത്തിനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നബി സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരടയാളമാണ് നിരന്തരമായി സ്മരിക്കുക എന്ന് പറയുന്നത്. മഹാത്മാക്കൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അൽ മഹബ്ബത്തു ദവാമു ദിക്രി ലിൽ മഹ്ബൂബ്. നമ്മൾ ആരെയാണ് പ്രണയിക്കുന്നതെങ്കിൽ, നമ്മൾ ആരെയാണ് ഇഷ്ടം വെക്കുന്നതെങ്കിൽ, ആ നേതാവിനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്നേഹത്തിന്റെ മറ്റൊന്നാണ് മുത്തുനബി തങ്ങളോടുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് നമ്മൾ ധാരാളമായി ചൊല്ലുക. ഈ സദസ്സിൽ നമുക്ക് ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ, ഇന്ന് ഈ സദസ്സ് പിരിയുന്നത് വരെയും നമ്മൾ ഒരാളെ പോലും സന്തോഷമുണ്ട് ഈ സദസ്സ് കാണുമ്പോൾ നിങ്ങൾ പോകല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് ഈ സദസ്സിൽ ഒരാളോട് പോലും ഉണ്ടാകില്ല. പോകുന്നവർ പോലും അത്യാവശ്യം കഴിഞ്ഞ് എന്റെ സദസ്സിൽ വന്നിരിക്കണം. എന്തുകൊണ്ട്? ഹബീബിനോടുള്ള ഇഷ്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ മുത്തുനബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഈ സ്വലാത്ത് നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. മദീന നമ്മുടെ വികാരമായിരിക്കണം. വല്ലവർക്കുമുണ്ടോ അറിയുന്നു, ഹബീബായ മുത്തുനബി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികൾക്ക് വീടും അവരുടെ ജോലിയും അവരുടെ ജീവിതത്തിന്റെ സമ്പത്തും മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇല്ല, ഒരിക്കലും തന്നെ മുത്തുനബി തങ്ങളെ കൽബിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മുസ്ലിമിനെയും ഈ രാജ്യത്തെ പ്രവാചക വിരോധികൾക്ക് കാണാൻ കഴിയില്ല. കാരണം അവരുടെ കൽബിൽ മുത്തുനബി തങ്ങളുണ്ട്. മദീന നമ്മുടെ വികാരമായിരിക്കണം. ഈ സ്ക്രീനിൽ തെളിയുന്ന കുബ്ബത്തുൽ ഖദറാ കാണുമ്പോൾ ഒരാശിഖിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. ആ കുബ്ബത്തുൽ ഖദറാ ഒന്ന് നേരിൽ കാണാൻ, ആ കുബ്ബയുടെ ചാരത്തൊന്ന് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന ഹബീബിനോട് സലാം പറയാൻ, ആ മുത്തിനെ കുറിച്ച് അവിടെ നിന്നും മദ്ഹ് പറയാൻ, ഈ സദസ്സിൽ വന്ന, ഈ സ്നേഹരോഗ സദസ്സിൽ വന്ന, ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇന്നലെ നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ നിന്ന് പോകുന്നത് പുലർച്ചെ 3 മണിയോടടുത്ത സമയമാണ്. രാവിലെ പതാക ഉയർത്തുമ്പോഴും അവിടെയുണ്ട്. എല്ലാ ക്ഷീണവും മറന്ന് അവർ ഈ സദസ്സിന് വേണ്ടി പ്രയത്നിച്ചതും, നമ്മുടെ ഈ സദസ്സിനെ സഹായിച്ചവർ, 1500 തന്നവർ, അതുപോലെ ഇവിടെയുള്ള വെള്ളവും ഇവിടെയുള്ള പലഹാരങ്ങളും ഇവിടെയുള്ള ഭക്ഷണങ്ങളും എല്ലാം നൽകിയത് മുത്ത് കൽബിലുണ്ടായത് കൊണ്ടാണ്. ആ മദീന നമ്മുടെ വികാരമാകണം. ആ മദീന നമ്മുടെ വികാരമാകണം. മുത്ത് നമ്മുടെ വികാരമാകണം. അല്ലാഹുവിന്റെ റസൂലിനെ സിയാറ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനത്ത് പോകുന്നത് പോലും പാപമായി കാണുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല. അവിടുന്ന് പഠിപ്പിച്ചു തന്നത് ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന. ഈമാനുള്ളവന്റെ ഖൽബ് മദീനയിലേക്കാണ് ഉൾവലിയുന്നത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഖരിഹാ. പാമ്പ് എന്തെങ്കിലും അപശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ ഏറ്റവും സുരക്ഷിത താവളമായ അതിന്റെ മാളത്തിലേക്ക് ഉൾവലിയുന്നത് പോലെ ഒരു മുഅ്മിനിന്റെ ഖൽബ് മദീനയുമായി കണക്ട് ചെയ്യപ്പെട്ടുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ, മൗലിദുകൾ റബീഉൽ അവ്വലിൽ മാത്രം പോരാ, നമ്മുടെ വീടുകളിൽ അത് നിറഞ്ഞു നിൽക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തനങ്ങൾ. അതുകൊണ്ടാണ് ക്ലാസുകളുടെ ഇടവേളകളിൽ പോലും നമ്മൾ ഹബീബിന്റെ മദ്ഹു കാവ്യങ്ങൾ ഇവിടെ ആലപിക്കുന്നത്. ഈ പകൽ ഇങ്ങനെയാണ്. ഹബീബിനെ കൊണ്ട് ഇന്നത്തെ ഇത് ചർച്ചയായി, ഹബീബിനെ കൊണ്ട് പറഞ്ഞ്, ഹബീബിനെ കേട്ട് പറഞ്ഞ് ഇന്നത്തെ സൂര്യാസ്തമയം വരെ നമുക്കങ്ങനെ പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ കാലത്ത് ഹബീബിനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഏറ്റവും പ്രസക്തമായ ആ
ആശയം, ആ മുത്ത് കൈമാറിയ ആദർശം, ആ മുത്ത് കൈമാറിയ സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തുക. നസ്റുദീനിഹി ബിൽ ഖൗലി വൽ ഫിഅൽ, മഹാത്മാക്കൾ പഠിപ്പിച്ചതാണ്. അതാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം. നമ്മൾ മുസ്ലിം ജമാഅത്തിൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? നമ്മൾ SYS ൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? നമ്മൾ SSF ൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? മെമ്പർഷിപ്പ് നമുക്ക് എന്തിനുള്ളതാണ്? എന്തിനാ നമ്മൾ മീറ്റിങ്ങുകൾക്ക് പോകുന്നത്? ആ മുത്ത് പഠിപ്പിച്ച ആദർശം, ആ മുത്തിന്റെ ആശയം, ആ മുത്തിന്റെ സന്ദേശം അതിവിടെ പ്രചരിക്കണം. ആ പ്രചരണത്തിനാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം. അല്ലാഹു നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. യഥാർത്ഥ സ്നേഹം ആദരവുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സദസ്സിന്റെ അച്ചടക്കം. ഇത് സാധാരണ ഒരു സദസ്സ് പോലെയല്ല. മുത്തിന്റെ സദസ്സ് ആദരവുള്ള സദസ്സാണ്. കേവലം ഇഷ്ടമല്ല സ്നേഹം എന്ന് പറയുന്നത്, അഗാധമായ ആദരവും ബഹുമാനവുമാണ്. സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ വചനം ഞാൻ അവസാനിപ്പിക്കുന്നു. ആ ആദ്യ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതൻ നബി, നിങ്ങൾ മുത്തിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർത്തരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ശബ്ദം ഉയരാം, അതുപോലെ മുത്തിന്റെ മുന്നിൽ സംസാരിക്കരുത്. മുത്തിന്റെ സദസ്സിലും ആ അച്ചടക്കം നമ്മൾ കാക്കുന്നു. അത് മുത്തിനോടുള്ള ആദരവാണ്. അൻ തഹബത അഅമാലുകും വഅൻതും ലാ തഅലമൂൻ, സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ വചനമാണത്. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. മഹാനായ ഇമാം ത്വബരി ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്ന ഒരു സംഭവം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. ഈ ആയത്തങ്ങ് ഇറങ്ങിയപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖഅദ സാബിത്തുൻ ഫി ത്വരീഖി യബ്കി, ഇമാം ത്വബരിയുടെ തഫ്സീറിൽ കാണാം, സാബിത്ത് റളിയല്ലാഹു അൻഹു വഴിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയാണ്. അപ്പൊ ആ വഴിക്ക് ഇങ്ങനെ ആസിം ഇബ്നു അദി ഇങ്ങനെ നടന്നുപോയി. വഴിയിലിരുന്ന് കരയുന്ന സാബിത്തിനെ കണ്ടപ്പോ ആസിം ഇബ്നു അദി ചോദിച്ചു, മാ യുബ്കീക യാ സാബിത്ത്, സാബിത്തെ നിങ്ങളെ കരയിപ്പിച്ച കാര്യം എന്താന്ന് പറ, എന്തിനാ കരയുന്നത്? അപ്പൊ മഹാനായ സാബിത്ത് എന്നവർ പറഞ്ഞു, ലിഹാദിഹില്ലായ, ഞാൻ നേരത്തെ ഓതിയ ഈ ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. അതഖവ്വഫു അൻ തകൂന നസലത ഫിയ, എന്റെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നെ ഉദ്ദേശിച്ചാണോ പടച്ചോൻ ഈ ആയത്ത് ഇറക്കിയതെന്ന് ഞാൻ പേടിക്കുന്നു. എന്തേ കാരണം? അല്പം ശബ്ദം കൂടുതലുള്ള ആളാണ് സാബിത്ത് എന്നവർ. അവരുടെ കരച്ചിലിന്റെ ആ ശബ്ദം കൂടി. നേരെ ഭാര്യ ജമീല ബീവിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഭാര്യയോട് സാബിത്ത് എന്നവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിന്ന് വീട്ടിൽ കിടക്കണില്ല. എന്റെ കുതിരയുടെ ആലയിൽ ഞാൻ അങ്ങ് പ്രവേശിച്ചാൽ ആ കുതിര കിടക്കുന്ന ആലയിൽ എന്നെ പിടിച്ചു കെട്ടണം. അള്ളാഹു എന്നെ മരിപ്പിക്കുന്നത് വരെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് എന്നെ തൃപ്തിപ്പെട്ടു എന്ന വാർത്ത എന്റെ കാതിലെത്തുന്നത് വരെ കെട്ടഴിക്കരുത്. ഞാൻ അവിടെ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാര്യയോടും പറഞ്ഞു ആയത്തിറങ്ങിയ കാര്യം. ഭാര്യ അതുപോലെ ചെയ്തു. ആസിം ഇബ്നു അദി റളിയല്ലാഹു അൻഹു ഇതൊന്നും അറിഞ്ഞില്ല. വഴിയിൽ വെച്ച് കരഞ്ഞത് മാത്രമേ കണ്ടുള്ളൂ. മൂപ്പര് മുത്തുനബി തങ്ങളുടെ സവിധത്തിൽ വന്നു. സാബിത്ത് ഇങ്ങനെ കരയുന്നുണ്ട്. ഗുജറാത്തിലെ വചനം അവതരിച്ചത് അവരെ കുറിച്ചാണെന്ന് പറഞ്ഞാണ് കരയുന്നത് നബിയെ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫദ്ഉഹു ലി, നിങ്ങൾ പോ, എന്നിട്ട് സാബിത്ത് എന്നവരെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവാ. ഫജാഅ ആസിം ഇലൽ മകാനി ഫലം യജിദുഹു, ആസിം നേരത്തെ കണ്ടത് വഴിയിൽ വെച്ച് കരയുന്ന സാബിത്തിനെയാണ്. ആ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോ സാബിത്ത് അവിടെ ഇല്ല. ഫജാഅ ഇലാ അഹ്ലി, വീട്ടിലേക്ക് ചെന്ന് നോക്കി. ഫവജദഹു ഫീ ബൈത്തിൽ ഫറസ്, അദ്ദേഹത്തിന്റെ കുതിരയെ കെട്ടിയ ആലയിൽ അദ്ദേഹത്തെ ആസിം ഇബ്നു അദി കണ്ടെത്തി. പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി യദ്ഉക, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നുണ്ട് വരി എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നുണ്ട് വരി എന്ന് പറഞ്ഞു. എന്റെ കെട്ടഴിച്ചു തരുമെന്ന് പറഞ്ഞു. കെട്ടഴിച്ചു. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ സവിധത്തിലെത്തി ആസിമിന്റെ കൂടെ. അല്ലാഹുവിന്റെ ഹബീബ് സാബിത്ത് എന്നവരോട് ചോദിച്ചു, അമാ തർള അൻ തഈശ ഹമീദ വതുഖ്തല ഷഹീദ വതദ്ഖുലൽ ജന്ന,
മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മനോഹരമായ സന്ദേശം കേട്ടപ്പോ റളീതു ബിബുശ്റല്ലാഹി വറസൂലി, ഞാൻ അങ്ങയുടെ സന്ദേശത്തിൽ തൃപ്തിവാനാണ് നബിയേ, തൃപ്തിവാനാണ് നബിയേ എന്ന് പറഞ്ഞു. ഇങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെ ഭയവും ആദരവും ബഹുമാനവും സ്നേഹപ്രകടനങ്ങളും. നമ്മളൊന്നുമല്ല, നമ്മുടെ പൂർവികർ മുത്തുനബി തങ്ങളെ സ്നേഹിച്ച സ്നേഹരീതികൾ ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമ്മളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇന്നത്തെ പകലെങ്കിലും ഈ ദിവസമെങ്കിലും ആ മദീനയുടെ രാജകുമാരന്റെ മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ സന്തോഷവാന്മാരായി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നിസ്കാരത്തിനും ഭക്ഷണത്തിനുമുള്ളതാണ്. എന്നോട് ചിലർ ചോദിച്ചു, പ്രത്യേകം പറയേണ്ടി വരും, നിസ്കരിച്ച കഴിഞ്ഞു ആൾക്കാർ കൊഴിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു, ഈ വന്ന ആളുകൾ മുത്തിനെ പ്രണയിച്ചു വന്നതാ. നമ്മൾ കാരണക്കാർ മാത്രം വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മുത്ത് കൽബിൽ കയറിയിട്ട് വന്നതാ. തിരക്കെല്ലാവർക്കും ഉണ്ട്. ആ മുത്തിനെ വിട്ടേച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടാ പോവുക? നാളെ പരലോകത്ത് ഒരു ചാണ് തലക്ക് മുകളിൽ സൂര്യൻ കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോഴും എല്ലാവരും കൈവിടുമ്പോഴും നമ്മുടെ രക്ഷക്കെത്തുന്ന ഒരേ ഒരു നേതാവ്, ഫിദാക ബി വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ, സത്യത്തിൽ ഈ സെഷൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നടക്കേണ്ടിയിരുന്നത്. മജീദ് മാഷ് അരിയല്ലൂർ